12-ാമത്തെ വാക്യവും അപ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും. ഈ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു ദൈവവചന സന്ദേശം കൈമാറുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാരംഭമായിട്ട് മത്തായി 11:12 വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും അതിൽ ബലാത്കാരനെ അതിൽ കടപ്പാൻ നോക്കുന്നു. ഇന്ന് സന്ദേശത്തിനൊരു തലക്കെട്ട് കൊടുത്താൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും, ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. ബലം പ്രയോഗിച്ച് പിടിച്ചടക്കുക. ദൈവരാജ്യം എന്ന് പറയുന്നത് അതൊരു ചെറിയ അനുഭവമല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. യേശു ഭൂമിയിൽ വന്നത് തന്നെ ദൈവരാജ്യം എന്ന അനുഭവത്തെ വിളംബരം ചെയ്യാനായിട്ട്. നമുക്കറിയാം, 4 സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150 സംഭവങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ 43 ഉപമകൾ, യേശു ചെയ്ത 40ഓളം അത്ഭുതങ്ങൾ, അങ്ങനെ 150ഓളം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിനകത്ത് 13 ഉപമകൾ തന്നെ ദൈവരാജ്യം സംബന്ധിച്ചായിരുന്നു. ദൈവരാജ്യം എന്ന വിഷയത്തെ വിളംബരം ചെയ്യാൻ 13 ഉപമകളാണ് യേശു കർത്താവ് ഉപയോഗിച്ചത്. അതിൽ 5 കൃഷിയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, 4 പണവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, 2 വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, 1 മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, മറ്റൊരെണ്ണം ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഈ ഉപമകളിലൂടെ എല്ലാം തന്നെ കർത്താവ് ദൈവരാജ്യത്തെയാണ് നമുക്ക് വിളംബരം ചെയ്തു തന്നത്. അപ്പൊ തന്നെ ദൈവരാജ്യത്തിൽ ദൈവമക്കൾ അറിയേണ്ട വലിയൊരു മർമ്മം അതാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത്. നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും പാസീവ് ആകരുത്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആകണം. ഒരു ന്യൂട്രൽ പ്രയറിനല്ല, ഒരു ന്യൂട്രൽ ക്രിസ്ത്യ ജീവിതത്തിനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വളരെ ബോൾഡായിട്ട്, വളരെ അഗ്രസീവായിട്ട്, അപ്പോൾ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട്, ഒരു ലക്ഷ്യബോധത്തോടു കൂടെയുള്ള പ്രാർത്ഥനകൾ. സ്തോത്രം. അങ്ങനെ ലക്ഷ്യബോധത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ വാക്തത്വ നിവൃത്തിയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഈ ലക്ഷ്യബോധത്തോടെ പ്രാർത്ഥിക്കുക, പിടിച്ചടക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് ഫിസിക്കൽ വയലൻസ് അല്ല, ശാരീരിക അധ്വാനത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കൾ ഒരിക്കലും ആത്മീക ജീവിതത്തിൽ നിസ്സംഗരാകരുത്. സ്തോത്രം. ആത്മീക ജീവിതത്തിലെ നിസ്സംഗത യഥാർത്ഥത്തിൽ പല നഷ്ടങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, ബലം പ്രയോഗിച്ച് പിടിച്ചടക്കുക. ഈ ബലപ്രയോഗം, ബലാത്കാരം, ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ദൃഷ്ടാന്തമായിട്ട് പെട്ടെന്ന് വരുന്ന ആള് യാക്കോബ് അപ്പോസ്തലൻ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ ആ മനോഹരമായ സംഭവം നമ്മൾ കാണുകയാണ്. യാക്കോബിന്റെ നഷ്ടങ്ങൾ അതൊരു വലിയ വിഷയമാണ്. യാക്കോബിന്റെ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ അവന് ഈ നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് അമ്മയുടെ ഉദരത്തിൽ മുതൽ നഷ്ടങ്ങൾ ആരംഭിച്ചത്. അമ്മയുടെ ഉദരത്തിൽ സഹോദരനോട് അവൻ മല്ലു പിടിക്കാൻ ആരംഭിച്ചത്. ബിഹൈൻഡ് ദ കട്ടൻ. എല്ലാവരും ഒക്കെ ഈ പുറമെയാ കാണുന്നത്, പക്ഷെ ഉള്ളറെ വാക്തത്വമുള്ളവൻ നഷ്ടം അനുഭവിക്കുക. സ്തോത്രം. എന്താ അവിടെ നഷ്ടം അനുഭവിക്കാൻ കാരണം? ഒരു വാക്ക മൂത്തവൻ
ഇളയവൻ മൂത്തവൻ ഇളവനെ എന്ത് ചെയ്യും? സ്നേഹിക്കും. സ്തോത്രം. അപ്പം ഇവിടെ അത് നിമിത്തം ഉണ്ടായ നഷ്ടം, ആ ബിഹൈൻഡ് ദ കർട്ടൻ അസമാധാനം വീടിനകത്ത് വല്ലാതെ വ്യാപരിക്കുക. 32 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ അവനൊരു പുരുഷനോട് മല്ലുപിടിക്കുക. എന്താ കാരണം? 32:11 അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. കാരണം എന്താ? അല്ലെങ്കിൽ എന്തോ സംഭവിക്കും? അവൻ വന്ന് എന്നെയും മക്കളെയും തള്ളയെയും നശിപ്പിക്കും. അപ്പം യാക്കോബ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബിഹൈൻഡ് ദ കർട്ടനിൽ ആരംഭിച്ചതാ ഈ മല്ലുപിടുത്തം. സഹോദരനോട് മല്ലുപിടിച്ചു, അപ്പനോട് മല്ലുപിടിച്ചു, അമ്മായിപ്പനോട് മല്ലുപിടിച്ചു, അത്യാവശ്യം ഭാര്യമാരുമായിട്ടും മല്ലുപിടിച്ചു. പക്ഷേ അവൻ ഇന്നലെ വരെ ചെയ്തത് മറ്റൊരു വിധത്തിലായിരുന്നു. അതിനകത്ത് കൂടുതലും കായിക ബലവും വാക്കുകളും ഒക്കെ ആയിരുന്നു അവൻ ഉപയോഗിച്ചത്. പക്ഷെ അതെല്ലാം അവന് ചില നഷ്ടങ്ങൾ വരുത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവൻ തിരിച്ചറിയുക. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങൾ സംബന്ധിച്ചാണേലും കുടുംബത്തിലാണേലും ബിഹൈൻഡ് ദ കർട്ടനിൽ ഒരിക്കലും വാക്കുകൾ കൊണ്ട് മല്ലുപിടിക്കാൻ നമ്മൾ പോകരുത്. വാക്കുകൾ കൊണ്ട് മല്ലുപിടിക്കാൻ പോയാൽ യഥാർത്ഥത്തിൽ യാക്കോബിൻ്റെ ജീവിതം ഒരു ദൃഷ്ടാന്തമാണ്. അത് നഷ്ടങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ സ്വസ്ഥതയിലും സമാധാനത്തിലും ഒക്കെ ജീവിച്ച പല കുടുംബങ്ങളും തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ കാരണം വസ്തുവീതം വെക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേന് വാക്കുകൾ കൊണ്ടൊക്കെയുള്ള മല്ലുപിടുത്തം. ഇപ്പം ജീവിതത്തെ ഒരു കരക്കെത്തിക്കാനായിട്ട് വല്ലാതെ ബന്ധപ്പെട്ട ഈ മനുഷ്യൻ, പക്ഷെ ഇന്ന് അദ്ദേഹം വലിയ നഷ്ടബോധത്തോടുകൂടെ പറയുന്ന വാക്കാ 32:11 പറയുന്നത്, ഞാനും പോവും, എൻ്റെ കുടുംബവും പോവും, എൻ്റെ തലമുറയും പോവും. അപ്പം വല്ലാത്ത ഒരു ഭീതി അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ അവിടെയാണ് അവൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായത്തിൽ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുക, ദൈവത്തിന് സ്തോത്രം, യഹോവയ്ക്ക് യഹൂദയുടെ ഒരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ അവൻ്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും, അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. അവൻ ഗർഭത്തിൽ തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു, തൻ്റെ പ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞു അവനോട് അപേക്ഷിച്ചു. അവൻ ബഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. ദൈവത്തെ പരിചയപ്പെടുത്തുക. സ്തോത്രം. ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ പൊരുതി ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാ പൊരുതിയത്, എങ്ങനെയാ ജയിച്ചതെന്നൊക്കെ. അവിടെ ദൈവം അവനോട് ഒറ്റ കാര്യം ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? ദൈവനോട് ചോദിക്കുന്ന കാര്യം ഇതാ, നിന്റെ പേരെന്ത്? അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവമേ, അങ്ങക്ക് ഇവന്റെ പേരറിയത്തില്ലേ? നമ്മുടെ ഓമന പേര് വരെ ദൈവത്തിന് അറിയാം, പിന്നെ എന്തിനായി ഇപ്പോൾ പേരറിയാം? ഇപ്പം സണ്ണിച്ചാനോടോ അല്ലെ സജി ബ്രദറിനോടോ അല്ലെ ആ സഭയിലുള്ള കൂട്ടായ്മയിലുള്ള ഒട്ടുമിക്ക ആളുകളെ എനിക്കറിയാം. അവരോട് ആരോടും ഞാൻ പേര് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പേരെനിക്കറിയാം. അല്ലെ ഞാൻ നിങ്ങളുടെ ചർച്ചിലോട്ട് പ്രസംഗിക്കാൻ വരുമ്പോൾ ഒരിക്കൽ പോലും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. പേര് പറയോ ഇന്നടത്ത് ഇന്നാരാണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല, പരിചയമുള്ളവരാ. പക്ഷെ ഇവിടെ ദൈവം ചോദിക്കുക പേരെന്തോ. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ ഈ പേര് ചോദിച്ചേ? അപ്പം ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഞാനിവനോട് പേര് ചോദിക്കാൻ കാരണം കുറെ നാൾ മുമ്പ് ഇവന്റെ അപ്പൻ ഇവനോട് പേര് ചോദിച്ചത്. അന്നേരം ഇവൻ എന്താ പറഞ്ഞേ? പറ പ്രിയപ്പെട്ടവരെ, നിന്റെ മകൻ ഏശാവ് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? ആന്നു. ഇപ്പൊ എന്തിനാ ദൈവം പേര് ചോദിക്കുന്നേ? ദൈവം എന്നോട് പറയാ,
കുറെ നാൾ മുമ്പ് അപ്പം പേര് വെച്ചപ്പോൾ അവൻ പറഞ്ഞ പേര് ഇങ്ങനെ ആയിരുന്നു. ആ മനോഭാവത്തിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അപ്പം ഒരാളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വരണമെങ്കിൽ മനോഭാവത്തിന് മാറ്റം ഉണ്ടാകണം. 18-ാമത്തെ സങ്കീർത്തനത്തിന്റെ 26-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് ദൈവം പറയുക, നിർമ്മലനോട് ഞാൻ നിർമ്മലനായിരിക്കും, വക്രനോട് ഞാൻ വക്രത കാണിക്കും. അടുത്തത് പറയുന്നത്, ദയാലുവോട് ദൈവം ദയാലുവ, നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കന. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനോഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തോടത്തോളം കാലം ദൈവത്തിൽ നിന്ന് നമുക്കൊരനുഗ്രഹം പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ദൈവം എൻ്റെ മനോഭാവത്തെ ഒന്ന് അളക്കുകയായിരുന്നു. സ്തോത്രം. അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ ഒരു താണ മനസ്സോടുകൂടി ദൈവത്തെ കാണുമ്പോൾ നമ്മുടെ മനോഭാവങ്ങളുടെ അകത്ത് ഒരുടച്ചിലൊക്കെ ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ എങ്ങനെ വേണം ദൈവസന്നിധി വരേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു വെളിപ്പാട് നൽകുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അതിനവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മനോഭാവങ്ങളെ ദൈവം അളക്കും. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഈ ആരാധനയെ ദൈവം കൃത്യമായിട്ട് അളക്കും. അത് വളരെ കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. ഈ സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. സക്കറിയ പ്രവചനം 3-ാം അധ്യായം. ഞാൻ കുറെ വാക്യം പറഞ്ഞ് ശാന്തമായിട്ട് ദൈവവചനം പറഞ്ഞ് മുന്നോട്ട് വരിക. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. 4-ാമത്തെ വാക്യം ഇട്ട്. അപ്പം അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം ഇവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നീക്കി നിങ്കിൽ നിന്ന് പോക്കിയിരിക്കുന്നു. സ്തോത്രം. നിന്നെ ഞാൻ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ വളരെ കൃത്യമായിട്ട് ദൈവം നമ്മെ അളക്കും. സ്തോത്രം. ഈ ഞാൻ ഒരു വാക്യം കൂടെ പരിചയപ്പെടുത്താം. ഒന്നല്ല, ഇതിനെ അറിയാൻ 3 വാക്യം കൂടെ ഞാൻ പരിചയപ്പെടുത്താം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. വെളിപ്പാട് പുസ്തകം 11-ന്റെ 11. സ്തോത്രം. വെളിപ്പാട് 11-ന്റെ 1. 11-ന്റെ 1. ദൈവം പറയാ, എന്താ പറയുന്നത്? പിന്നെ ദണ്ഡ് പോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അപ്പം എന്താ മെഷർ ചെയ്യപ്പെടുന്നത്? ആലയം മെഷർ ചെയ്യപ്പെടും. ടാബർനാക്കല് യാഗപീഠം മെഷർ ചെയ്യപ്പെടും. അടുത്തത് ആരാധിക്കുന്നവരെയും ദൈവം മെഷർ ചെയ്യും. സ്തോത്രം. അതുകൊണ്ടല്ലേ എബ്രായർ 11-4 വരുമ്പോൾ ഹാബേൽ കയീന്റേതിനേക്കാൾ ഉത്തമമായി യാഗം കഴിച്ചു എന്ന് പറയുന്നത് അല്ലേ? സ്തോത്രം. ഈ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിൽ നിന്നും ഉത്തമമായ യാഗം കഴിച്ചു. ഞാനും സണ്ണി പാസ്റ്ററും കൂടെ ആരാധിച്ചു. സണ്ണിച്ചാന്റെ ആരാധന അനീഷ് പാസ്റ്റർ ആരാധനയേക്കാൾ നല്ലതായിരുന്നെന്ന് പറയണമെങ്കിൽ 2 ആരാധനയെ ഒന്ന് അനലൈസ് ചെയ്യണ്ടായോ, അളക്കണ്ടായോ? അപ്പം നമ്മുടെ ആരാധനകളെ ദൈവം എന്ത് ചെയ്യും? അളക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവം അളക്കും. സക്കറിയ പ്രവചനം പറയുന്നത് 5 തരം അളവുകളെ കുറിച്ചാണ്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ സക്കറിയ പ്രവചനത്തിൽ 8 ദർശനമാണ് ഉള്ളത്.
അതിനകത്ത് പ്രധാനമായിട്ടും 5 അളവുകളാണ് പറയുന്നത്. അതിൽ ഒരളവാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവം ആരാധന അളക്കും. യെഹെസ്കേൽ 43:12 വായിച്ചു നോക്കിക്കേ. യെഹെസ്കേൽ 43:12 ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കേ. എസെക്കേൽ 43:12. സ്തോത്രം. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിൻ്റെ അതിർത്തിക്കകമെല്ലാം വിശുദ്ധമായിരിക്കണം. അതേ, ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. നമ്മൾ പലപ്പോഴും നോക്കുന്നത്, അച്ഛനെ അമ്മമ്മയൊക്കെ നമ്മൾ നോക്കുന്നത് വർത്താനമൊക്കെ കേട്ടോണ്ടാ. പക്ഷെ ദൈവം നമ്മെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? അളക്കും. ഞാൻ വളരെ കൃത്യമായിട്ട് ഉറപ്പിക്കാം. സത്യത്തിൽ ഞാനത് പറയാൻ വന്നതല്ല, പക്ഷെ നിങ്ങൾ അറിയണം, ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് സക്കറിയ പ്രവചനത്തിൽ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ 8 ദർശനങ്ങളാണ് സക്കറിയാവ് കാണുന്നത്. അതിനകത്ത് 6 അളവുകളെ കുറിച്ച് നമ്മൾ കാണുക. അതിൽ ഒരളവാണ് ആരാധനയെ ദൈവം അളക്കും. സ്തോത്രം. ഹല്ലേലൂയ. തുരുത്തി നിറയ്ക്കണം. നിറഞ്ഞത് മാറ്റിവെക്കണം. നിറച്ച് മാറ്റിവെക്കുന്നത് സഫിഷ്യന്റ് ആണെങ്കിൽ മാത്രമേ തലമുറ വിടുവിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധി വന്നിരുന്നേച്ച് വളരെ കൃത്യമായിട്ട് നിറയ്ക്കണം. തുരുത്തികൾ നിറയ്ക്കണം. വീടിനകം നിറയണം. സ്തോത്രം. ആരാധന ദൈവം അളക്കും. ആരാധന ദൈവം അളക്കും. ഇന്ന് എന്നെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ആരാധിക്കരുത്. അവിടെ ഇരിക്കുന്ന ദൈവാശ്രമരെ തൃപ്തിപ്പെടുത്താൻ ആരാധിക്കരുത്. ദൈവവചനം വളരെ കൃത്യമായി പറയുക, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയ നുറുക്കത്തോടുകൂട്, ഹൃദയ നൊമ്പരത്തോടുകൂട്, ഇടനെഞ്ച് കീറിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ചരിത്രത്തിന് ആ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ ദൂതനെ കണ്ടപ്പം യോശുവ എന്ത് ചെയ്തു? സാഷ്ടാംഗം വീണു. ഇനി വേറൊരളവ് ഞാൻ പറയാം. സക്കറിയ പ്രവചനം 1:12-13 വാക്യം. അവിടെ എഴുതിയിരിക്കുക. എന്താ എഴുതിയിരിക്കുന്നത്? 2ാമത്തെ അളവാ. എന്നാറെ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ 70 സംവത്സരം ഞാൻ ക്രുദ്ധിച്ചിരിക്കെ. ഇവിടെ ദൈവജനത്തിന്റെ കഷ്ടതയാ ദൈവം അളക്കുന്നത്. 70 വർഷമായിട്ട് അവരനുഭവിക്കുന്ന കഷ്ടത ദൈവം അളക്കും. പ്രിയപ്പെട്ടവരെ, 430 വർഷത്തെ കഷ്ടത കണ്ടെന്ന് ദൈവം പറഞ്ഞില്ലേ മോശയോട്? അപ്പം ആരാധന അളക്കുന്നത് പോലെ തന്നെ ദൈവം കഷ്ടത അളക്കും. സ്തോത്രം. ഇനി 3ാമത്തെ അളവ്, സക്കറിയ പ്രവചനം 1:15-16 വാക്യം. അവിടെ എഴുതിയിരിക്കുക, ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതിയോട് ഞാൻ അത്യന്തം കോപിക്കും. എന്ന് പറഞ്ഞ അർത്ഥം എന്തെന്നറിയോ? ഇസ്രായേലിനെ പീഡിപ്പിക്കുന്ന ശത്രുവിന്റെ പ്രവർത്തിയതയും അളക്കും. നിനക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുവിന്റെ പ്രവർത്തിയതയും അളക്കും. സ്തോത്രം. ഈ ഹാമാൻ വലിയ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുക അവിടെ കൊട്ടാരത്തിൽ, അല്ലെ ഉപപ്രധാനമന്ത്രി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോഴാ ദൈവം പറയാം, എടാ ഞാൻ പറഞ്ഞത് ഇസ്രായേലിനെ ചെറുതായിട്ടൊന്ന് പിച്ചാനാ. പക്ഷേ ജാതികൾ എന്താ ചെയ്തത്? അവനെ കാലെ പിടിച്ചടിച്ചു. സ്തോത്രം. ദൈവം പറയാ, ഞാൻ അളക്കും, ശത്രുവിന്റെ പ്രവൃത്തിയെ ഞാൻ അളക്കും. അപ്പം 3 അളവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. 1, ആരാധന അളക്കും. 2, നമ്മുടെ കഷ്ടതയെ ദൈവം അളക്കും. 3, നമുക്കെതിരെയുള്ള ശത്രുവിന്റെ പ്രവൃത്തികളെ ദൈവം അളക്കും. സ്തോത്രം. 4ാമത്തെ അളവ് സക്കറിയ 2:1-2 വാക്യങ്ങളിൽ കാണാൻ പറ്റും. സക്കറിയ പ്രവചനം 2ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ 4ാമത്തെ അളവ് കാണാൻ പറ്റും. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അടുത്ത വാക്യം, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരൂശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നുവെന്ന് പറഞ്ഞു.
ഞാൻ ചോദിച്ചു, എന്തിനാ ഈ അളവ് നൂലും കൈ പിടിച്ചുകൊണ്ട് പോന്ന്? നേരം പറയാ, ഇവിടെ ഒരു പണി നടത്തണം, അതിനുള്ള വീതി ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അപ്പം എന്തിനാ ഈ അളവ്? അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള അളവ്. ഒരു പ്ലോട്ട്, ഒരു സ്ഥലം, നിങ്ങൾക്ക് നാട്ടിൽ ഒരു സ്ഥലമുണ്ടെന്ന് വിചാരിച്ചേ. അവിടെ ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ? നിങ്ങൾ ആദ്യം വന്നിട്ട് ഒരു എഞ്ചിനീയറിനെ വിളിച്ചോണ്ട് വന്ന് ഒരു മെഷർമെന്റ് എടുക്കും, അല്ലേ? എടുക്കത്തില്ലേ? നീളവും വീതിയും ഉണ്ടോ എന്ന് നോക്കും. സ്പേസ്, എത്ര സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനുള്ള സൗകര്യം ആ സ്ഥലത്തിനുണ്ടെന്ന് നോക്കും. അതെങ്ങനെ വെക്കണമെന്ന് നോക്കും. ദൈവം പറയുക, തൻ്റെ ജനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, തൻ്റെ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം ചിലതിനെ അളക്കാൻ പോവുക. സക്രിയ പ്രവചനത്തിൽ വളരെ വിരോധാഭാസമായ ഒരു കാര്യം കിടപ്പുണ്ട്. ദൈവം അളന്നു നോക്കിയപ്പം ഇസ്രായേലിന്റെ ഒരു സൈഡ് വലിയ മഹാപർവ്വതം നിൽക്കുന്നു, ഇങ്ങേ സൈഡ് വലിയ അഗാധ ഗർത്തമായ താഴ്വര. അപ്പം അളന്ന എഞ്ചിനീയർ പറഞ്ഞു, ഇല്ല, ഇവിടെ സ്പേസ് ഇല്ല, ഇവിടെ പണിയാൻ പറ്റത്തില്ല, ഇത് പണിയാൻ പറ്റിയ സ്ഥലമല്ല. 70 വർഷമായിട്ട് ഞങ്ങൾ നോക്കി, ഇവിടെ പണി നടക്കത്തില്ല. ഇത് ജാതിക രാജാവായി നെബൂഖദ്നേസർ തകർത്തിട്ടിരിക്കുക. ഇവിടെ ഒരു വലിയ മഹാപർവ്വതം നിൽപ്പുണ്ട്. അപ്പം ദൈവം പറയാ, എനിക്കിവിടെ പണിതേ പറ്റത്തുള്ളൂ, ഇവിടെ തന്നെ പണിയണം. എങ്ങനെ പണിയാൻ പറ്റും? ഒരു സൈഡ് വലിയ പർവ്വതമല്ലേ, മറ്റേ സൈഡ് വലിയ ഗർത്തമല്ലേ, ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയാ പണിയാൻ പറ്റുന്നേ? അപ്പൊ ദൈവം പറയാ, പണിതേ പറ്റൂ. എങ്ങനെ? മഹാപർവ്വതം ഇടിച്ചു നിരത്തപ്പെടണം, താഴ്വര സമഭൂമിയായി മാറണം. അതിനെന്തോ എടുക്കണം? അതിന് JCB ബുൾഡോസറൊന്നും വരണ്ട. നീ കൃപ എന്ന് ആർപ്പോടുകൂട് ആണിക്കല്ല് കയറ്റുമ്പോൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇന്ന് പകൽ വളരെ കൃത്യമായിട്ട് ദൈവമക്കൾ മനസ്സിലാക്കണം. നിന്റെ ആരാധനയുടെ നടുവില് നീ കൃപ എന്ന് ആണിക്കല്ല് കയറ്റുമ്പം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ശബനാരകൾ കടകച്ചി. ഇവിടെ വന്ന് ചുമ്മാതിരുന്ന് പോകാനല്ല നമ്മൾ ഇതുപോലെ വന്നിരിക്കുന്നത്. ഏത് തടസ്സത്തിന്റെ മതിലും തകരുന്ന ഒരു പകല ഈ പകലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായ ഒരു ആത്മനിയോഗം ദൈവം തരിക. വേണ്ടതുപോലെ സ്പേസ് ഇല്ലേ, വേണ്ടതുപോലൊരു വിശാലതയില്ലേ, വേണ്ടതുപോലൊരു മുന്നേറ്റമില്ലേ? ഒരു സൈഡിൽ പർവ്വതം നിൽക്കുന്നല്ലേ, മറു സൈഡിൽ വലിയ ഗർത്തം നിൽക്കുന്നല്ലേ? ഒരു പണിക്ക് പറ്റിയ ഒരു സാഹചര്യം ആ സ്ഥലത്തില്ലല്ലേ? പക്ഷെ ഇന്നു പകൽ നിന്റെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പർവ്വതങ്ങളെ അടിവേര് ദൈവം ഇളക്കാൻ പോവുക. യോനയുടെ പുസ്തകത്തിൽ പറയുന്ന വാക്യം പോലെ എന്താ യോന പറയുന്നത്? ഭൂമി അതിന്റെ ഓടാമ്പലിനാൽ സദാകാലത്തേക്കും എന്നെ അടച്ചു വെച്ചിരുന്നു. സ്തോത്രം. അപ്പം ശരിക്കും പറഞ്ഞ ഈ ഭൂമി അടച്ചു വെച്ചെന്ന യോന പറയുന്നത്. അന്നു 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 2:6. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരത്തോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേനും അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. ഞാന് ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്നത് അമേരിക്കയിലെ ഡാളസ് പട്ടണത്തിലെ ഒരു വീട്ടിലെ ഒരു മുറിക്കകത്തിരുന്ന. ആ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് അവര് പൂട്ടിയാൽ പിന്നെ ഇറങ്ങാൻ എനിക്കൊരു സ്പേസും ഇല്ല. പുറത്ത് കുറ്റിയുണ്ട്. ഇതന്നെയല്ലേ യോനായും പറയുന്നേ? ഭൂമി അതിന്റെ ഓടാമ്പലിനാൽ എന്നെ അടച്ചു എന്ന് പറഞ്ഞ എനിക്ക് പുറത്തിറങ്ങാനോ എനിക്കിനി ഒരു വിശാലതയ്ക്കുള്ള വഴിയോ ഇല്ലാതെ അടച്ചു വെച്ചിരുന്നിടത്തുനിന്ന് നീയോ യഹോവേ എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. സ്തോത്രം. ഇന്ന് ഭൂമിക്ക് ഓടാമ്പലുണ്ട് കേട്ടോ, ഭൂമിക്ക് ലോക്കുണ്ട്.
നിന്റെ കുടുംബത്തെ പുറത്തോട്ടിറക്കാതെ, ഒരു സ്പേസ് അനുവദിക്കാതെ, ഒരു ഉദാഹരണം വെളിപ്പെടാതെ അടച്ചു വെച്ചിരിക്കുന്ന ചിലതിനെ ഇന്ന് പകൽ ദൈവം ചില പർവ്വതങ്ങളുടെ അടിവേരിളകുന്ന പകലായത്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കുക. വലിയൊരു ആത്മനിയോഗം ദൈവം എനിക്ക് തരുന്നു. ശക്തമായ ഒരു പ്രവചന ദൂതായിട്ട് തന്നെ ഞാൻ ഇന്ന് പകൽ ഇതിനെ കൈമാറുക. ഇനിയൊരു സ്പേസ് തരത്തില്ലെന്ന് ശത്രു പറയുമ്പോ, ഇനിയും വാഗ്ദത്തം നിറവേറത്തില്ലെന്ന് സ്വത്രം. ഇത് റിജോയ്സി പറഞ്ഞില്ല, പിന്നെ എവിടാ പറയുന്നേ? സ്വത്രം. എത്ര പ്രാവശ്യം ഞാന് പലവട്ടം നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ ഞാൻ മിക്കവാറും ഒക്കെ ദോഹ വരാറുണ്ട്. സ്വത്രം. ഞാനിപ്പൊ ദോഹ വന്നാൽ എങ്ങും പ്രസംഗിക്കാൻ പോകാറില്ല. ഞാൻ ദോഹ വരുന്നത് പ്രസംഗിക്കാനല്ല, എൻ്റെ അനിയനെ കാണാനായിട്ട് വന്നേച്ച് ഒരു രാത്രിയൊക്കെ വന്നേച്ചു പോകും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചില സമയത്തൊക്കെ ഈ വളരെ പ്രധാനപ്പെട്ട ചില ആളുകളെയൊക്കെ കാണേണ്ടതായിട്ട് വരും. ഒരു സമയത്തൊക്കെ ഈ പലരും പറഞ്ഞൊരു കാര്യമാണ്, ഞാനത് തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയല്ല. സംഘിച്ചാന്റെ കുഞ്ഞുങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ ഇനിയും ഒരു കാര്യം നടക്കത്തില്ലെന്ന് എത്രയോ പേര് പറഞ്ഞത്, അടച്ചു വെച്ചിരുന്നതല്ലേ. പക്ഷേ ദൈവം ആ ലോക്കൊക്കെ തുറന്നപ്പം നിമിഷങ്ങൾക്കകമല്ലേ അത്ഭുതം സംഭവിച്ചേ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിന്റെ ലൈഫിൽ ഒരു വിശാലത തരത്തില്ലെന്ന് പറഞ്ഞു ആരൊക്കെയോ പൂട്ടി വെച്ചിരിക്കുന്ന, ഇന്ന് പകൽ ചില പൂട്ടുകളെ ദൈവം തകർക്കുമെന്ന്. താമര മതിലുകളെ ദൈവം തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ദൈവം കണ്ണിക്കും, ശബാര ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ചിലരെ പൂട്ടി, സാമ്പത്തികത്തെ പൂട്ടി, ആരോഗ്യത്തെ പൂട്ടി, വാക്തത്വത്തെ പൂട്ടി, തലമുറയുടെ ഭാവിയെ പൂട്ടി. ഒരിക്കലും നിന്റെ തല ഉയരത്തില്ലെന്ന് പറഞ്ഞു എവിടൊക്കെയോ പൂട്ടി വെച്ചിരിക്കുമ്പോ സ്വത്രം സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ആ പൂട്ടിനെ കത്തിച്ച് കളഞ്ഞേച്ച് ഒരു ഉദാഹരണം നിനക്ക് വേണ്ടി. കയ്യിൽ അളവ് നൂല് പിടിച്ച ഒരു പുരുഷൻ ഇന്ന് പകൽ സഭയാം തോട്ടത്തിന്റെ നടുവിലൂടെ ഉലാവുന്നത് ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാ, ഞാൻ ദോഹയിലോട്ട് പോവുക, റിജോയ്സ് മിനിസ്ട്രി ഒന്ന് അളക്കാൻ പോവുക. അതിന്റെ അതിരുകളെ പൂട്ടി വെച്ചിരിക്കുന്ന ആധിപത്യത്തെ തകർത്തു മാറ്റിയിട്ട് അപ്പം ദൈവത്തിന്റെ ചില അളവുകളുണ്ട്. ഒന്ന്, ആരാധന ദൈവം അളക്കും. രണ്ട്, കഷ്ടത ദൈവം അളക്കും. മൂന്ന്, ശത്രുവിന്റെ പ്രവർത്തികളെ ദൈവം അളക്കും. 4, ഉദ്ധാരണത്തിന്റെ ഒരളവുണ്ട്. ഇനി 5ാമത്തെ ഒരളവ് സ്തോത്രം. സെക്കറിയ പ്രവചനം 4:6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. എന്താ ദൈവം പറയുന്നത്? മഹത്വത്തെ ദൈവം അളക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വളരെ കൃത്യമായിട്ട് ദൈവമഹത്വത്തെ ദൈവം അളക്കും കേട്ടോ. എന്തിനാ അളക്കുന്നതെന്നറിയാമോ? ഒരു റിവാർഡ് തരാനായിട്ട് തന്നെ. നമുക്കറിയാം, മർക്കോസ് 12:41 മുതലുള്ള വാക്യം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം, എടുക്കൊന്നും വേണ്ട. അവിടെ വിധവയുടെ 2 കാശിനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? അവളുടെ ത്യാഗത്തെ തന്നെയാണ് ദൈവം കാണുന്നത്. ഈ യഹൂദന്റെ നാട്ടിൽ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത്, ഡെയിലി വേജസ്, ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശ.
മത്തായി 20:2 പറയുന്നുണ്ട്, ഒരു ദിവസത്തെ കൂലിയാണ് ഒരു വെള്ളിക്കാശ്. ഒരു വെള്ളിക്കാശ് എന്ന് പറയുന്നത് 64 ലെപ്റ്റയാണ്. ലെപ്റ്റ എന്നാ പറയുന്നത്. 64 ലെപ്റ്റ കൂടുമ്പോഴാണ് ഈ ഒരു വെള്ളിക്കാശ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് എഴുതിയിട്ടുണ്ട്, ചെമ്പുകാശ്, കോപ്പർ കോയിൻ. 64 കോപ്പർ കോയിൻ കൂടുമ്പോൾ ഒരു ചെമ്പുകാശിന് ലെപ്റ്റ എന്നാ പറയുന്നത്. 64 ലെപ്റ്റ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു വെള്ളിക്കാശാകുന്നത്. അന്നേരം ഇവളിട്ടത് എത്ര? 2 ചെമ്പുകാശ് എന്ന് പറഞ്ഞാൽ 2 ലെപ്റ്റ. സ്തോത്രം. ഒരു കാശ്. ഈ ഒരു കാശ് 2 ചെമ്പുകാശെന്നും കൂട്ടിയാൽ മതി. അന്നേരം ഒരു കാശാവുക. 4 കാശാകുമ്പോഴത്തേന് ഒരു ആക്സസ് ആവും. അങ്ങനെ 16 ആക്സസ് കൂടുമ്പോഴാണ് ഒരു വെള്ളിക്കാശാകുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പൊ എത്ര ചെറുതാവളിട്ടത്. പക്ഷെ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാളുടെ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് ഒരു വെള്ളിക്കാശ്. ഒരു വെള്ളിക്കാശ് ഉണ്ടാകണേ 64 ചെമ്പുകാശ് ചേരണം. അന്നേരം 64 ചെമ്പുകാശ് ചേരുമ്പോഴ ഒരു വെള്ളിക്കാശാകുന്നു. ഒരു കാശ് എന്ന് പറയുന്നത് 2 ലെപ്റ്റയാണ്. അങ്ങനത്തെ 2 ലെപ്റ്റ ഒരു കാശാണെങ്കിൽ 4 കാശാണ് ഒരു ആസസ്. ആ 4 കാശ് ഒരു ആസസ് ആണെങ്കിൽ 16 ആസസ് കൂടുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു വെള്ളിക്കാശാകത്തുള്ളൂ. അപ്പം 1/64. ദൈവം അത് കാണുക. ദൈവം പറയാ, ഇവളുടെ ആ ചെറിയ പ്രവൃത്തി ദൈവം അളക്കും കേട്ടോ. കൃത്യമായിട്ട് ദൈവം അളക്കും. അപ്പം ദൈവത്തിന് അളവുകോലുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ ഈ ഞാൻ പൊടിയാ പുഴുവാന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. സ്തോത്രം. നിന്റെ സ്വഭാവം എന്താ, മാറ്റം വല്ലതും ഉണ്ടോ, ജീവിതത്തിൽ പഴയ സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ? ദൈവം പറയാ, നിനക്കൊരു പുതിയ പേരും പുതിയൊരു തുടക്കവും പുതിയൊരു അനുഭവം ഒക്കെ ഞാൻ തരാം. ദൈവം പേര് മാറ്റും, പക്ഷേ നമ്മുടെ മനോഭാവം മാറണം. ഈ അബ്രാമിനെ ദൈവം അബ്രഹാമാക്കിയില്ലേ? യേശുവെ ദൈവം യോശുവ ആക്കിയില്ലേ? പത്രോസിനെ ദൈവം കേഫ ആക്കിയില്ലേ? ഇതുപോലെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം തരും. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ദൈവം മുമ്പാകെ സമർപ്പിക്കപ്പെടണം. യാക്കോബിനുണ്ടാകാൻ പോകുന്ന നഷ്ടം, അവൻ പറയാ, ഞാൻ നഷ്ടപ്പെടും, എൻ്റെ കുടുംബം നഷ്ടപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും. അപ്പം ശരിക്കും പറഞ്ഞാൽ അവൻ്റെ തലമുറയാണ് അവന് നേരെ വരുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ശരിക്കും ഈ തലമുറയ്ക്കെതിരെയുള്ള പോര്, അത് ദൈവമക്കൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം. ആവർത്തന പുസ്തകം 25:18 വായിക്കുമ്പോഴാണ് ഈ തലമുറയ്ക്കെതിരെ പോരാടുന്ന ഒരു ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത് അമാലേക്ക. അവർ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെയും സംഗ്രഹിച്ച കാര്യം തന്നെ എന്ത് ചെയ്തുകൊള്ളുക, ഓർത്തുകൊള്ളുക. അന്നേരം അവിടെ പറയുകയാ, എന്താ പറയുന്നത്, പിന്നണിയിലുള്ളതിനെയൊക്കെയും സംഗ്രഹിച്ച കാര്യം തന്നെ എന്ത് ചെയ്യുക, ഓർത്തുകൊള്ളുക. അപ്പം ഈ മുൻപിൽ നിൽക്കുന്നത് നമ്മളാണെങ്കിൽ പിൻപിൽ നിൽക്കുന്നത് നമ്മുടെ തലമുറയാണ്. അപ്പൊ തലമുറയ്ക്കെതിരെയുള്ള ശത്രുവിൻ്റെ പദ്ധതി, ഈ അമാലേക്ക യഥാർത്ഥത്തിൽ തലമുറയ്ക്കെതിരെ പൊരുതുന്നത്. ഈ സഭയ്ക്ക് നേരെ 2 ആധിപത്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ വെല്ലുവിളിക്കുന്നത്. ഒന്ന്, സഭയ്ക്ക് പുറത്തുനിന്ന് വെല്ലുവിളിക്കുന്ന ഒരു ശക്തി അമാലേക്ക. അപ്പൊ തന്നെ സഭയ്ക്കകത്ത് വെല്ലുവിളിക്കുന്ന ഒരു ശക്തി ബാബേല. ഇതിനെ രണ്ടിനെ കുറിച്ചും ദൈവവചനം പറയുന്നുണ്ട്. സെക്കര്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. പെരക്യാവിന്റെ മകനായ സെക്കര്യാവ് ബാബേൽ പ്രവാസാനന്തര കാലഘട്ടത്തിലെ 2-ാമത്തെ പ്രവാചകനാ. ആ പ്രവാചകൻ പറയാ, ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോകാം. ഒന്ന് വായിച്ചു നോക്കിക്കേ, വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 2:7, 8 കൂടെ വായിച്ചേ.
ദൈവത്തിന് സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളോട് കവർ ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ ബാബേല് ദൈവജനത്തിന് നേരെ എന്ത് ചെയ്യുക? ഇങ്ങനെ അകത്തു വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയ. ബാബേലിന്റെ ആധിപത്യം ആരംഭിക്കുന്നത് എവിടാന്ന് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലാ അല്ലേ? ദൈവത്തിന് സ്തോത്രം. അത് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നതാ. അതുകൊണ്ട് പറയാം, ബാബേലിൽ നിന്ന് ചാടിപ്പോവുക, ഒരു റിക്കവറി, ഒരു റിഫർമേഷൻ, ഒരു റിന്യൂവൽ, ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുക. ഒരു വാഗ്ദത്തത്തിലേക്ക് മടങ്ങാൻ പറ്റാതെ ജനത്തെ ഒതുക്കുന്ന ഒരാധിപത്യ ബാബേൽ. ബാബേലിന് ഒരു സ്പിരിറ്റ് ഉണ്ട്. സ്തോത്രം. ഈ ബാബുലോൻ എന്ന നാമത്തിലുള്ള ആ ഗ്രീക്ക് നാമത്തിന്റെ ആധുനിക പേരാ ബാബേല്. ഇന്നത്തെ ഇറാഖിന്, പ്രത്യേകിച്ചും ബാഗ്ദാദിന് 80 കിലോമീറ്റർ തെക്കായിട്ട്, അല്ലെങ്കിൽ യെറുശലേമിന് 820 കിലോമീറ്റർ കിഴക്കായിട്ട് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണത്തെയാണ് പൊതുവെ ബാബേൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. 20,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയാണ് അതിനുള്ളത്. അപ്പം ഈ അർമേനിയൻ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന ഈ നദികൾ നിമിത്തം സമ്പുഷ്ടമായി തീർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ഏത്? ബാബേൽ. ഉൽപ്പത്തി 10:10 11:2 ഒക്കെ ഷീനാർ ദേശം എന്നാണ് അറിയപ്പെടുന്നത്. യെശയ്യാവ് 11:11 അറിയപ്പെടുന്നുണ്ട്. യിരെമ്യാവ് 24:5 കൽദയ ദേശമെന്നും യെഹെസ്കേൽ 12:3 ഒക്കെ കൽദയ ദേശം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി 10:10 അഖാദ് എന്നാണ് അറിയപ്പെടുന്നത്. യെശയ്യാവ് 47:5 രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് ബാബേൽ അറിയപ്പെടുക. യിരെമ്യാവ് 51:7 ബാബേൽ യഹോവയുടെ കയ്യിൽ സകല ഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രം എന്ന് പറയുക. പക്ഷേ യിരെമ്യാവ് 50:23 ദൈവം പറയുന്നുണ്ട്, ബാബേലിന് നേരെ ഞാനൊരു കെണി വെക്കും. എന്താ കെണി വെക്കാൻ കാരണം? നീ യഹോവയോടല്ലോ പൊരുതിയത്. സ്തോത്രം. 50:33 യിരെമ്യാവ്. ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും അവിടെ പീഡിപ്പിക്കപ്പെടുക, ബദ്ധരായിരിക്കുക, അവരെ വിട്ടയക്കാൻ മനസ്സില്ലാതെ ബാബേൽ അവരെ എന്ത് ചെയ്യുക? മുറുക്ക പിടിച്ചിരിക്കുക. യെശയ്യാവ് 11:13 കൂടെ നോക്കിക്കേ. ഞാൻ വാക്യങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഭാഗത്ത് നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ ഇപ്പുറത്തോട്ട് വരാനാ താല്പര്യപ്പെടുന്നത്. എങ്കിലും യെശയ്യാവ് 11:13 നോക്കിക്കേ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 11:13 യഹൂദയെ അസഹ്യപ്പെടുത്തുക, അല്ലെ? ബാബേൽ അവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അസഹ്യപ്പെടുത്തുക. അപ്പം വീടുകളെ, സഭകളെ ഒക്കെ അസഹ്യപ്പെടുത്തുന്ന ഒരു ശക്തി. സ്തോത്രം. ഈ ബാബേലിനകത്ത് അസഹ്യപ്പെടുന്ന ഒരു കൂട്ടം. പക്ഷെ 11:11 യെശയ്യാവ് 11:11 ദൈവം പറയുക, ഞാനൊരു ശേഷിപ്പിനെ അസഹ്യപ്പെടുത്തുന്ന ജാതികളുടെ നടുവിൽ നിന്ന് പുറപ്പെടുവിക്കും. എവിടെ നിന്നൊക്കെ? അശൂരിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന്, പത്രാസിൽ നിന്ന്, കൂശിൽ നിന്ന്, ഏലാമിൽ നിന്ന്, ഷീനാർ അഥവാ ബാബേലിൽ നിന്ന്, ഹമാത്തിൽ നിന്ന്, സമുദ്രദ്വീപുകളിൽ നിന്ന് വീണ്ടുകൊള്ളു. അതിനുവേണ്ടി ഞാൻ കൈ നീട്ടും. സ്തോത്രം. 8 ഇടങ്ങളിലായിട്ട് അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അതിലൊരു സ്ഥലമാ ബാബേൽ. അപ്പൊ ഞാനത് അങ്ങോട്ട് പോകുന്നില്ല, അതൊരു വലിയ വിഷയമാണ്. സഭയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന 8 ബന്ധനം. അതിലൊരു ബന്ധനമാ ബാബേൽ, മറ്റൊരു ബന്ധനം അമാലേക്ക. സ്തോത്രം. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവം തൻ്റെ ജനത്തോട് പറയാ, ഇതിനകത്തുനിന്ന് ചാടിപ്പോരണം, ചാടിപ്പോരണം, ചാടിപ്പോരണം. ബാബേൽ ചാടിപ്പോരണം. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടൊക്കെ ചാടിപ്പോരണം? ഈ കംഫോർട്ട് ഓവർ കവനന്റ്, ഇതാ ബാബേലിന്റെ ഒരു പ്രത്യേകത. അവിടെ ഇത് തന്നെയല്ലേ മിസ്രൈമിന്റെ പ്രത്യേകതയായിട്ട് ഇസ്രായേൽ ജനം പറയുന്നത്. അവിടെ മത്സ്യമുണ്ട്, വെള്ളരിക്ക ഉണ്ട്, മത്തങ്ങ ഉണ്ട്, ഉള്ളിയുണ്ട്, ചുവന്നുള്ളിയുണ്ട്, ചുറ്റുള്ളിയുണ്ട്, അല്ലേ? 11:5 സംഖ്യാപുസ്തകത്തിൽ. സ്തോത്രം. അതുപോലെ തന്നെ ഈ പിന്നെ ശത്രുവിനെ കുറിച്ച് ഒരു തെറ്റായ ധാരണ. നമ്മൾ പലപ്പോഴും ശത്രുവിനെ അങ്ങ് എംഫസൈസ് ചെയ്ത് കാണിക്കുക.
അങ്ങനെ എംഫസൈസ് ചെയ്യുമ്പോൾ സഭകളുടെ അകത്ത് ദൈവത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ സാത്താനെ കുറിച്ച് പറയുന്നു. ഈയിടെ ഒരു സത്യവാ, സാത്താനെ കുറിച്ചുള്ള ഒരു 22 കാര്യങ്ങൾ, സാത്താന്റെ 22 പ്രത്യേകത ഞാൻ എൻ്റെ നോട്ടിനകത്ത് എഴുതി, പ്രസംഗിക്കാനായിട്ട് എഴുതിയതാ. 22 പ്രത്യേകത. അത് എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ദൈവാത്മാവ് ഒരു തോന്നൽ തന്നു. 2 കൊരിന്ത്യർ ലേഖനം 2:14 വായിക്കുക. അപ്പം ഞാൻ വായിച്ചു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുക, ക്രിസ്തുവിൽ നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നത്. അപ്പം സാത്താൻ 22 അല്ല 52 പ്രത്യേകത ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ജയോത്സവമായി നടത്താൻ ആരുണ്ട്? ദൈവമുണ്ട്, അല്ലേ? പിന്നെന്തിനാ നമ്മൾ ഈ അസ്വസ്ഥപ്പെടുന്നത്? നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ബാബേലിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ അറിയണം. ദാനിയേൽ 1:3 ഭാഷ മാറ്റുന്നതാ ബാബേൽ. സ്തോത്രം. അപ്പം സൗകര്യങ്ങൾ നോക്കി നമ്മൾ അതിലേക്ക് മറയുമ്പോൾ, ആത്മീക അലസത നിമിത്തം നമ്മൾ അതിലേക്ക് മറയുമ്പോൾ, ഈ ശത്രുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ നിമിത്തം നമ്മൾ അതിൽ ഒതുങ്ങുമ്പോൾ ബാബേൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ജനത്തിന്റെ ഭാഷ മാറ്റും. അപ്പം സഭയ്ക്കകത്ത് വെല്ലുവിളിക്കുന്ന ഭാഷ മാറ്റാൻ നിൽക്കുന്നു, അല്ലേ? രാജാവ് തന്റെ, ദാനിയേൽ 1:3 വായിച്ചു നോക്കിക്കേ. രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനി, ഞാൻ ഒത്തിരി വാക്യം പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. ദാനിയേൽ 1:3 രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാശിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരും വെച്ച് അംഗഭംഗമില്ലാത്തവരും ജ്ഞാനത്തിൽ നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. അപ്പം അവരിലെ രാജാവിന്റെ ഒരു ഡിക്ലറേഷന് ഭാഷ മാറ്റണം. വീടുകളുടെ അകത്ത് വെല്ലുവിളിക്കുന്ന ഒരു ആധിപത്യം. പക്ഷെ അപ്പൊ തന്നെ വീടുകൾക്ക് പുറത്ത് വെല്ലുവിളിക്കുന്ന ഒരാധിപത്യം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ പോരാട്ടം കേൾക്കുന്നത് ചിലർക്ക് ഭയങ്കര ദേഷ്യ, ചിലർക്ക് പേടിയുക. ചിലർ പറയാറുണ്ട് പോരാട്ടമില്ലെന്ന്. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ പോരാട്ടമുള്ളൂ, ഞങ്ങൾക്ക് പോരാട്ടമില്ലെന്ന്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ശരിയാ ചാച്ചാന് പോരാട്ടം ഇല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആ മിശ്രമി കിടക്കുന്നവന് പോരാട്ടമില്ല, മിശ്രമി കിടക്കുന്നവന് യുദ്ധമില്ല, അവൻ അടിമത്തമാണ്. ഈ വാക്തത്വ നാട്ടിലേക്ക് പോരുന്നവനെ എന്തുള്ളൂ? യുദ്ധമുള്ളൂ. സ്വത്രം എല്ലാം മനസ്സിലാവുന്നുണ്ടോ? അപ്പം വാക്തത്വ നാട്ടിലേക്കാ യാത്രയെങ്കിൽ എന്തോ ഉണ്ട്? യുദ്ധമുണ്ട്. അടിമത്തത്തിലാ കിടക്കുന്നെങ്കിൽ എന്തോ ഇല്ല? പറ, യുദ്ധം ഇല്ല. സ്വത്രം മനസ്സിലായില്ല അല്ലേ? ചിലർക്ക് ഒരു പോരാട്ടം ഇല്ലാത്തതിന്റെ കാര്യം, ഹലോ, അടിമത്തത്തില എന്നാ പോരാട്ടമാ? സ്വത്രം. പക്ഷേ വാക്തത്വത്തിലേക്ക് പോകുന്നവൻ എന്തോ ഉണ്ട്? പറ, യുദ്ധമുണ്ട്. പക്ഷെ ഈ യുദ്ധത്തിൽ ദൈവം നമുക്ക് വേണ്ടി പൊരുതും. അകത്ത് കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന ബാബേൽ, പുറത്തു വെല്ലുവിളിക്കുന്ന ആധിപത്യമാണ് ഏത്? ഈ അമാലേക്ക്. സ്വത്രം. അമാലേക്കിനെ നിങ്ങൾ കൃത്യമായിട്ട് പരിചയപ്പെടണം. ഈ BC 2000 മുതൽ, അബ്രഹാമിന്റെ കാലം മുതൽ BC 700 ഇസ്കിയാവിന്റെ കാലം വരെ നെഗീവ് പ്രദേശത്ത് വസിച്ചിരുന്ന ഒരു ജനത, അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നവരവര്. അവര് യഥാർത്ഥത്തിൽ കൊള്ളക്കാരാ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 14:7 ഇവരെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം നമ്മൾ കാണുന്നത്. പക്ഷേ മോശ ഇവരെ കുറിച്ചുള്ള വെളിപ്പാട് ആഴത്തിൽ പറയുക. അല്ലെങ്കിൽ ഈ ദൈവകൃപയുള്ളവർക്ക് മാത്രമേ സാത്താന്റെ ആധിപത്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടത്തുള്ളൂ. മോശ പുറപ്പാട് പുസ്തകം 17:16 ഇവരെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പറയുന്നത് കണ്ടോ? എന്താണെന്നൊന്ന് വായിച്ചു നോക്കിക്കേ, ശ്രദ്ധിച്ചു വായിക്കണേ. യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി എന്തുണ്ട്? യുദ്ധമുണ്ട്. ദൈവത്തിന്റെ സിംഹാസനത്തെ കൂട്ടുപിടിച്ച് ആണയിട്ട് പറയുക. സ്വത്രം. ഈ അടിമത്തത്തിലായിരുന്നപ്പോ യുദ്ധം ഇല്ലായിരുന്നു. എന്നാൽ ഒരു ഡെലിവറൻസിലേക്ക് വന്നപ്പോ, സ്വത്രം, സീനായി മരുഭൂമിയിൽ രഫീദീമിൽ വെച്ച് അമാലേക്കുമായിട്ട് അവർക്ക് എന്തുണ്ട്? യുദ്ധം ഉണ്ടാകുക. സ്തോത്രം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ
8ഉം 13ഉം വാക്യത്തിലാ ആ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി നമ്മൾ കാണുന്നത്, അല്ലേ? പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിന്റെ 8ഉം 13ഉം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. പുറപ്പാട് 17ന്റെ 8ഉം 13ഉം ഉണ്ടോ? രഫീദിമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രയേലിനോട് എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. 13ാമത്തെ വാക്യം കൂടി ഇട്ടെ, 13ാം വാക്യം. യോശുവ അമാലേക്കിനെ അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ എന്ത് ചെയ്തു? തോൽപ്പിച്ചു. സ്തോത്രം. ഈ യുദ്ധത്തില് വളരെ കൃത്യമായ ഒരു ആത്മീക സ്ട്രാറ്റജി അവര് വെളിപ്പെടുത്തുക. എന്തായിരുന്നു സ്ട്രാറ്റജി? പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിന്റെ 8 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഈ യുദ്ധത്തിനുണ്ടായിരുന്ന സ്ട്രാറ്റജിയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. 17 അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. രഫീദ് മിൽച്ച അമാലേക്ക് വന്നു. അന്നേരം മോശ പറയുക, അമാലേക്ക് യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ പർവ്വതത്തിന് മേളിൽ കയറി കൈ ഉയർത്തിപ്പിടിക്കും. എന്റെ കൈ താണാൽ എന്നാ സംഭവിക്കും? അമാലേക്ക് ജയിക്കും. എന്റെ കൈ ഉയർന്നാൽ അമാലേക്ക് എന്ത് ചെയ്യും? പോക്കും. അതുകൊണ്ട് എല്ലാ സംവിധാനവും കൂടെ ഒന്നിച്ചു ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അമാലേക്ക് പരാജയപ്പെടുന്നു. താഴ്വരെ കൈ ഉയർത്തുന്ന താഴ്വരെ യുദ്ധം ചെയ്യുന്ന യോശുവേ പർവ്വതത്തിന്റെ മുകളിൽ കൈ ഉയർത്തുന്ന മോശെ, കൈ താങ്ങുന്ന അഹരോന് ഊരും. എല്ലാ സംവിധാനങ്ങളും കൂടെ ഒന്നിച്ചു ചേരുമ്പോഴാണ് അമാലേക്ക് പരാജയപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമാലേക്കിനെ പരാജയപ്പെടുത്തണമെങ്കിൽ എല്ലാ സംവിധാനം കൂടെ ഒന്നിച്ചു ചേരണം. സ്തോത്രം. ഇതിനെ ഒരു കുട്ടിക്കളിയായി കാണരുത്. വാഗ്ദത്ത നാട്ടിലേക്കുള്ള പുറപ്പാടാ. അതുകൊണ്ട് തന്നെയാ നിനക്ക് യുദ്ധമുള്ളത്. ആവർത്തനം 25:17 ദൈവം പറയാ, നിങ്ങൾ മുസ്ലിമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, ദൈവത്തെ ഭയപ്പെടാതെ അവൻ എന്ത് ചെയ്തു? നിനക്കെതിരെ വന്ന് നിന്റെ പിന്നണിയിലുള്ളതിനെ ഞെരുക്കി. അതുകൊണ്ട് ഈ ആവർത്തനം 25:19 നോക്കിക്കേ. 19 നീ എന്തോ ചെയ്യണം? 25:19, 17 ഇപ്പം വായിച്ചത്. 19 നോക്കിക്കേ. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കീഴടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന്റെ കീഴിൽ നിന്ന് എന്ത് ചെയ്ത് കളയണം? മായ്ച്ചു കളയണം. ഇത് മറന്നു പോകരുത്. സ്തോത്രം. അപ്പം ദൈവം നമുക്ക് സ്വസ്ഥത തന്നിരിക്കുന്നത് ഒരു എന്റർടൈൻമെന്റിനകത്ത് ഇരിക്കാനല്ല, ചിലതിന്റെ ഓർമ്മ എന്ത് ചെയ്യാനായിട്ടാ? മായ്ച്ചു കളയാനായിട്ടാ. ഇസ്രയേലിൽ ഒന്നാമത്തെ രാജാവായിട്ട് ദൈവം ശൗലിനെ അഭിഷേകം ചെയ്യുന്ന ഒരു ഭാഗം 1 ശമൂവേലിന്റെ പുസ്തകം 15:2 നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അവനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? 1 ശമൂവേൽ 15:2 വായിച്ചു നോക്കിയേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ വഴിയിൽ അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച്
അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലപിടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഗ്രഹിച്ച് കളയുക. ഇത് ശൗലിനോട് ശൗമൽ ആദ്യം പറഞ്ഞ കാര്യ. ഇത് നമ്മളോടും ദൈവത്തിന് പറയാനുണ്ട്. 1 തീമോഥെയോസ് 6:12 വളരെ കൃത്യമായി പൗലോസ് തീമോഥെയോസിനോട് ഓർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, അതിനായി നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ യാത്രയിൽ നിനക്കൊരു പോരാട്ടമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പോരാടേണ്ട സമയത്ത് പ്രമാണമനുസരിച്ച് പോരാടണം. ശൗലിനോട് ദൈവം പറഞ്ഞു ഒറ്റ കാര്യമാ, നീ അമാലേക്കിന്റെ ഓർമ്മയെ നശിപ്പിക്കണം. പക്ഷെ അവൻ ചെയ്തില്ല. ചെയ്യാഞ്ഞത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഏറ്റവും അവസാനം ഗിൽഗോവ പർവ്വതത്തിൽ അവൻ പട്ടുപോകുമ്പോൾ ആരുടെ വാള അവന്റെ കഴുത്തിന് നേരെ വന്നെന്ന് നിങ്ങൾക്കറിയാമോ? അമാലേക്കിന്റെ വാള. ചിലതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. ചില അന്ധകാര ആധിപത്യങ്ങളോട് വളരെ ശക്തമായിട്ട് ദൈവമക്കൾ ഫൈറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മെ ദൈവം നിയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലതിനോട് കോംപ്രമൈസ് ചെയ്താൽ അവസാനം അത് നമ്മുടെ കഴുത്തിന് വാളായിട്ട് വരും. ചിലർ ഓർക്കുന്നത് അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു പെർഫോമൻസ് കാണിച്ചാൽ ശത്രുവിനെ തോൽപ്പിക്കാവുന്ന. ഒരിക്കലും നടക്കത്തില്ല. മോശയുടെ കാലത്ത് തന്നെ, യോശുവയുടെ കാലത്ത് തന്നെ ഏത് അമാലേക്കിനെയാണോ അവർ തോൽപ്പിച്ചത്, അതേ അമാലേക്ക് തന്നെ അവരെ തകർത്തതിനെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ കാണാൻ പറ്റും. സംഖ്യാപുസ്തകം ഈ 14-ാം അധ്യായം, 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. എന്താ? അവർ കൈ താങ്ങിയൊക്കെ. പുറപ്പാട് 17 നമ്മൾ കണ്ട ഒരു കാര്യമാണ്. മോശയുടെ കൈ താങ്ങി യോശുവ എന്ന് യുദ്ധം ചെയ്തു. എന്ത് ചെയ്തു? അമാലേക്ക് അവരുടെ മുമ്പിൽ തോറ്റു. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിമിത്തം പിന്നെ അമാലേക്കിനോട് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന ഒരു പോക്ക് സംഖ്യാപുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ വളരെ രസകരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ. 14-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തില് സംഖ്യാപുസ്തകം ദൈവം പറയുക, നിങ്ങൾ ആ വഴി കൂടെ പോകരുത്. അമാലേക്കരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നത് കൊണ്ട് നിങ്ങൾ നാളെ എയിലൂടെ പോകണം? ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് പോകണം. പക്ഷേ ഈ ആലോചന ഇവർ കേട്ടില്ല. ഇവരോർത്തത് ഈ എക്സ്പീരിയൻസ് കൊണ്ട് തകരുന്ന ഒരു കാര്യമാണ് സാത്താൻ ആധിപത്യം. അത് 14-ാം അധ്യായം നിങ്ങൾ ശരിക്കൊന്ന് വായിക്കണം വീട്ടിൽ ചെന്നേ. എനിക്കറിയാം, ഞാൻ ഒത്തിരി വാക്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവമക്കൾ ഈ കാര്യങ്ങൾ എഴുതിയെടുത്തേച്ച് ഓരോ വാക്യം കേട്ട് കോട്ടോ എടുത്തോണ്ടിരിക്കാനല്ല, എഴുതിയെടുത്തേച്ച് ആ വാക്യം വെച്ച് ദൈവസനയിൽ പോയിരുന്നൊന്ന് ധ്യാനിക്കണം. 14-25 ദൈവം പറഞ്ഞ നിങ്ങൾ ചെങ്കടൽ വഴിയായിട്ട് പോകണം, മരുഭൂമിയിലേക്ക് പോകണം. പക്ഷേ 14-40 ഒന്ന് വായിച്ചു നോക്കിക്കേ. 14-40 സംഖ്യ 14-40. എന്നാൽ അധികാലത്ത് എഴുന്നേറ്റ് ഇതാ യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോന്നു. അപ്പം ഇവർ ഈ മലയെ എന്തായിട്ട് കണ്ടു? ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് കണ്ടു കേട്ടോ. ചിലർക്ക് ഇത് എല്ലാം ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ. സ്തോത്രം. മലയെ അവരെന്തായിട്ട് കണ്ടു? തീർത്ഥാടന കേന്ദ്രമായിട്ട് കണ്ടു. 14-42 നോക്കിക്കേ. ദൈവം പറയാ, എന്താ പറയുന്നേ? ശത്രുക്കളാൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. അല്ലേ? യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. ചിലർ ഓർക്കുന്നത് ഏലോടയിലൊക്കെ നടന്നു വെച്ച് ചർച്ച വന്നാൽ എല്ലാത്തിനും അങ്ങ് പരിഹാരമാന്ന.
അങ്ങനൊന്നും പരിഹാരം ഉണ്ടാകത്തില്ല. ചിലതിന് നേരെ വളരെ കൃത്യമായ സ്ട്രാറ്റജി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അന്ധകാരാധിപത്യങ്ങൾ തകരത്തുള്ളൂ. നിങ്ങൾ കയറരുത് ദൈവം പറ. പക്ഷെ 14:44 നോക്കിക്കേ. എന്നിട്ടും അവർ ധാഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി യഹോവയുടെ നിയമപ്പെട്ടകവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ലതാനും. എന്നാറെ മലയിൽ പാർത്തിരുന്ന അമാലേക്കരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ചു. ഹോർമ വരെ അവരെ ചിഹ്നിച്ച് ഓടിച്ചു കളഞ്ഞു. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? ഞാൻ 2 കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, ശത്രുവിനോട് കോംപ്രമൈസ് ചെയ്യരുത്. 2, ദൈവാലോചന ചെറുതായി കാണരുത്. ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവാലോചനയ്ക്ക് വലിയ പ്രാധാന്യത കൊടുക്കാറില്ല. ദൈവാലോചനയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ശൗലിനോട് പറഞ്ഞു, മോശ പറഞ്ഞു, രാജാവ് അറിയണം, തലമുറയോളം നിനക്ക് അമാലേക്കിനോട് യുദ്ധമുണ്ട്. ഈ യുദ്ധത്തിൽ ശത്രുവിനാൽ തോൽക്കാതിരിക്കേണ്ടതിന് സ്തോത്രം, നമ്മൾ വലിയ അഭിമാനത്തോടു കൂടാ എന്തു പറയുന്നത്, ഈ ഇസ്രായേലിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെട്ടതിനെ കുറിച്ചും മോശയുടെ കൈ ഉയർന്നതിനെ കുറിച്ചും അമാലേക്ക് തോറ്റതിനെ കുറിച്ചും ഒക്കെ വലിയ അഭിമാനത്തോടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഇതേ അമാലേക്കിന്റെ മുമ്പിൽ ഇസ്രായേല് തോറ്റു. ഇതേ അമാലേക്ക് തന്നെ എന്ത് ചെയ്തു? ശൗലിന്റെ കഴുത്തിന് കത്തിവെച്ചു. സ്തോത്രം, ഹല്ലേലൂയ. കുടുംബങ്ങൾക്ക് നേരെ വെല്ലുവിളിക്കുന്ന ആധിപത്യത്തെ ദൈവമക്കൾ തിരിച്ചറിയണം. ഇസ്രായേലും ശൗലും പരാജയപ്പെട്ടിടത്ത് കുടുംബത്തിന് നേരെ ആധിപത്യം പുലർത്തിയ ശക്തിയെ തിരിച്ചറിഞ്ഞ ഒരു രാജാവിനെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. 1 ശമൂവേലിന്റെ പുസ്തകം 30:18-19 ഒന്ന് വായിച്ചു നോക്കിക്കേ. 1 ശമൂവേൽ 30:18-19 വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. സ്തോത്രം, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 1 ശമൂവേൽ 30:18-19 വാക്യം. സിക്ലാഗിൽ വെച്ച് എന്തുണ്ടാവുക? യുദ്ധം ഉണ്ടാകുക. പക്ഷേ ആ യുദ്ധത്തിനകത്ത് എന്തോ ചെയ്തു? അമാലേക്കർ അപഹരിച്ചുകൊണ്ട് പോയതിനെയൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും അവൻ ഉദ്ധരിച്ചു. അടുത്ത വാക്യം കൂടി ഇട്ടേ. സ്വത്രം, അവൻ അപഹരിച്ചുകൊണ്ട് പോയത് ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. അടുത്ത വാക്യം, അവൻ എല്ലാം മടക്കി കൊണ്ടുവന്നു. അടുത്ത വാക്യം, സ്തോത്രം, എല്ലാം മടക്കി കൊണ്ടുവന്നു. ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പേരായി. സ്തോത്രം, നിനക്ക് ദൈവരാജ്യത്തിൽ ചില പേരുകളൊക്കെ ഇടാൻ പറ്റും കേട്ടോ. ദൈവരാജ്യത്തിൽ ചില പേരുകൾ ഇടണമെങ്കിൽ, ദൈവാലോചനയ്ക്ക് ചെവി കൊടുക്കുന്നെങ്കിൽ, ഞാനിന്ന് വളരെ കൃത്യമായിട്ട് പറയാം, ഇന്ന് വരെ വെളിപ്പെടാത്ത ചില ദൈവമഹത്വം സഭയ്ക്കകത്തൂടെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് വെറും വാക്കായിട്ട് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. സ്തോത്രം, നീ ചിലതിനെ കീഴടക്കും. അമാലേക്കന്റെ വാള് ശൗലിന്റെ കഴുത്തേലിരുന്നു. പക്ഷെ അഭിഷേകത്തിന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞ ദാവീദ് എന്തോ ചെയ്തു? 2 ശമൂവേൽ 8:11 വായിച്ചു നോക്കിക്കേ. ദാവീദ് രാജാവ് ഇവയെ അരാമിയർ, മോവാബിയർ, അമോനിയർ, പെലിസ്ത്യർ
അമാലേക്കർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്നും. ഇതേ സാധനം തന്നെയാ ഒടുവിൽ ശലോമോൻ കൊണ്ടുവന്ന ആലയത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് ദൈവമക്കൾ തിരിച്ചറിയുക. നമുക്ക് ഈ ദിവസങ്ങളിൽ ചിലതിനെ കൊള്ളയിടണം, ചില അന്ധകാര ആധിപത്യങ്ങളെ കൊള്ളയിടണം. കോംപ്രമൈസ് ചെയ്യരുത്. എനിക്കറിയാം, ഞാൻ ഈ പ്രസംഗിച്ച ദൂത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലെന്നുള്ളത് സത്യമാണ്. അത്ര ചെറിയൊരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആത്മീക അധികാരത്തെ ഏറ്റെടുത്ത് പൈശാചിക ആധിപത്യത്തിന് നേരെ പൊരുതേണ്ട ഒരു സമയമായത്. കുടുംബങ്ങൾക്ക് നേരെ വെല്ലുവിളിക്കുന്ന രണ്ട് ശക്തികൾ, സഭയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന രണ്ട് ശക്തികൾ. ഒന്ന് അകത്തു ബാബേൽ, പുറത്ത് അമാലേക്ക്. സ്തോത്രം. രണ്ടിനെയും തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ, ദൈവസഭ അതിനെതിരെ ആത്മാവിൽ പൊരുതണം. ആദ്യം വലിയ ജയവും പെർഫോമൻസും ഒക്കെ കാണിച്ചെങ്കിലും ഇസ്രായേൽ ഏത് അമാലേക്കിന്റെ മുമ്പിലാ തോറ്റതെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ ദാസനായ അഭിഷക്തനായ ശൗമേലിന്റെ ആലോചനയെ കൃത്യമായിട്ട് അനുസരിക്കാഞ്ഞതുകൊണ്ട് ശൗലിന്റെ കുടുംബത്തിന്റെ നേരെ അവസാനം ഉയർന്നത് അമാലേക്കിന്റെ വാളാണെന്ന് നിങ്ങൾ അറിയണം. പക്ഷേ ഇവിടെയാണ് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച ദാവീദ് അമാലേക്കൻ കൊണ്ടുപോയതിനെ മുഴുവൻ തിരിച്ചു പിടിക്കുക. ഷബനാ റഗൽ കടകച്ചസ്. ദാവീദിന്റെ കൊള്ള. നീ ചിലതിനെ തിരിച്ചു പിടിക്കണം. സഭയായിട്ട് ചിലതിനെ തിരിച്ചു പിടിക്കണം. കുടുംബങ്ങളായിട്ട് ചിലതിനെ തിരിച്ചു പിടിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വളരെ ശക്തമായിട്ട് ഇടപെടുക. ബലാത്കാരികൾ ബലാത്കാരേണ ദൈവരാജ്യത്തിൽ ചിലതിനെ അവകാശമാക്കുന്നു. സ്വോത്രം. ദാവീദ് തിരിച്ചു പിടിച്ചു. ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞു നിർത്തും. പക്ഷേ എന്നിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന ഒരു ശക്തിയുണ്ട്, അമാലേക്കിന്റെ ശക്തി. 1 ദിനവൃത്താന്തം 4:43 എടുത്തേ. 1 ദിനവൃത്താന്തം 4:43. ഇത് പൂർണ്ണമായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞാൽ BC 2000 മുതൽ BC 700 വരെയാണ് ഇത് പോരാടിയത്. ഇത് ആരുടെ കാലത്താ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടത്? 1 ദിനവൃത്താന്തം 4:43. ഇന്ന് അമാലേക്ക് ഇല്ല. അതിനൊരു കാരണമുണ്ട്. ഒന്ന് വായിച്ചേ. ചരിത്രത്തിലില്ലവൻ. അതിനൊരു കാരണമുണ്ട്. 1 ദിനവൃത്താന്തം 4:43 ഒന്ന് വായിച്ചു നോക്കിക്കേ. 1 ദിനവൃത്താന്തം 4:43. ആരാ അവർ? അമാലേക്കരിൽ ചാടിപ്പോന്നിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർത്തിരിക്കുന്നു. ആരാ പ്രിയപ്പെട്ടവരെ? ഹിസ്കിയാവിന്റെ കാലത്ത് ഇസ്രായേൽ ചെയ്ത കാര്യമായത്. ഞാൻ ഇനിയും പോയാൽ ഒരു മണിക്കൂറൂടെ പോയാലേ ഇത് ശരിക്കും പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ദാവീദിന്റെ 10ാം തലമുറക്കാരനാണ് ഹിസ്കിയാവ്. ദാവീദ് ചിലതിനെ തിരിച്ചു പിടിച്ചിട്ട് അമാലേക്ക് എന്ത് ചെയ്യുക? ചെതറിക്കിടപ്പുണ്ടായിരുന്നു. അവിടെ ഇവിടെ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ചെതറിയതിനെ മുഴുവൻ എന്ത് ചെയ്തു? സ്കെച്ച് ചെയ്ത്. നമ്മൾ ഈയിടെ കണ്ടതാ ഇറാനിലൊക്കെ, നമ്മൾ ഈയിടെ കണ്ടതാ പാലസ്തീനിലൊക്കെ. സ്കെച്ച് ചെയ്ത് അതിനെ വെട്ടിക്കളയുന്നത് പോലെ. സ്വത്രം. ഈ ദിവസങ്ങളിൽ നമ്മള് പ്രമാണത്തിന് വില കൊടുക്കുകയും ഗൗരവത്തോടു കൂടെ ശുശ്രൂഷയെ ആരാധനയും കാണുകയും ചെയ്താൽ നമ്മളിലൂടെ സംഭവിച്ചതിനെക്കാട്ടി വലിയ പ്രവർത്തികൾ നമ്മുടെ തലമുറകളിലൂടെ നടക്കുമെന്നുള്ളതിന്റെ തെളിവല്ലേ ഹിസ്കിയാവ്?
ദാവീദ് ചിലതിനെ കൊള്ളയിട്ടു, ഹിസ്കിയാവ് ചിലതിന്റെ കച്ചവടം ഇല്ലാതാക്കി. ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തുക. 10-ാം തലമുറക്കാരൻ 1 ദിനവൃത്താന്തം 29. സ്തോത്രം. അവൻ ചിലതിനെ വെട്ടിക്കൊന്നു, ശിഷ്ടജനത്തെ വെട്ടിക്കൊന്നു. ഇന്ന് പകൽ എനിക്ക് ഓർപ്പിക്കാനുള്ള ദൂതത, ചില അന്ധകാര ആധിപത്യങ്ങളെ വെട്ടിക്കളയാൻ എത്ര ദൈവമക്കൾ ദൈവശക്തി ഏറ്റെടുക്കും. ദൂരാരവരവക്ഷസി. നമ്മുടെ മേൽ അതിനുള്ള ഒരു അഭിഷേകം ദൈവം പകരും. നമ്മുടെ മേൽ അതിനുള്ളൊരു നിയോഗം ദൈവം പകരും. നമ്മുടെ മേൽ അതിനുള്ളൊരു ശുശ്രൂഷ ദൈവം പകരും. നിങ്ങൾക്ക് എത്രമാത്രം ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് പകൽക്കാലം വളരെ പ്രാഗൽഭ്യത്തോടും വളരെ നിയോഗത്തോടും കൂടെ ഈ ദൂത് സംസാരിച്ചത്. ഒരു പ്രസംഗമായിട്ട് ഇതിനെ കാണാതെ ഇന്ന് പകൽ ചില അന്ധകാരാധിപത്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒളിഞ്ഞു കിടക്കുന്നത്, ചൂടാറക്കാരകന ദൈവസഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ അവൻ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞതുപോലെ ഈ പകൽ ദൈവശക്തി ഏറ്റെടുത്ത് ചിലതിനെ കുടഞ്ഞു കളഞ്ഞു, ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇന്നലെ ചിലതിനെ വെട്ടിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇന്ന് ചിലത് ഒളിഞ്ഞു കിടപ്പുണ്ട്. മരണം വിതയ്ക്കാൻ, ഊടാരാകാര ക്യാൻസർ വിതയ്ക്കാൻ, റിക്കാരാത അനർത്ഥം വിതയ്ക്കാൻ, രോഗം വിതയ്ക്കാൻ, അപകടം വിതയ്ക്കാൻ, ജൂഡാരകൽക്കടകച്ചസി ഊടാരവ ദൈവസഭയുടെ സ്വസ്ഥത കെടുത്താൻ, സമാധാനം കെടുത്താൻ, കുടുംബങ്ങളുടെ നേരെ വെല്ലുവിളിക്കുന്ന ചില ആധിപത്യത്തെ ഇന്ന് പകൽ ദൈവശക്തി ഏറ്റെടുത്ത് വെട്ടിക്കളയാൻ ശാന്തനാദരാദര ആന്തൽ കടക ശബനവരവരവരവക്ഷസി. ബലാത്കാരികൾ ബലാത്കാരേണെ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ കാലം വരെ ചിലരത് ചെയ്തു. പക്ഷേ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുവാ. ഇത് ഒരാൾക്ക് മാത്രമുള്ള കാര്യമല്ല, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. കാരണം നമ്മെ എല്ലാം വീണ്ടെടുത്തിരിക്കുന്നത് യേശുവിന്റെ ചോരയാ. ഞാൻ ഇന്ന് പകൽ യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവനായതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഏത് അന്ധകാര ആധിപത്യങ്ങളും തകരുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ, ചൂടാര നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. അത് കോട്ടകൾ ഇടിപ്പാൻ ശക്തിയുള്ളതാ. അതെല്ലാം മുഖത്തെയും തകർക്കുന്നതാ. അതിന്ന് പകൽ പൈശാചിക ആധിപത്യങ്ങളെ ഇല്ലാതാക്കുന്നതാ. ഈ പകൽ ദൈവശക്തി ഏറ്റെടുത്ത് പുഷ്ടി നിമിത്തം ചില മുഖങ്ങളെ തകർക്കാൻ തയ്യാറുള്ള ദൈവസഭ എനിക്കിന്ന് പകൽ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒറ്റ കാര്യം, ഒളിച്ചു പാർക്കുന്ന ചില അമാലിയക്ക് ശക്തി. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒളിച്ചു പാർക്കുന്ന ചില അമാലിയക്ക് ശക്തികൾ പൂർണ്ണമായിട്ട് വെട്ടിക്കളയണം. അഭിഷേകത്തിന്റെ ശക്തി ഏറ്റെടുത്ത് ഇന്ന് പകൽ ചിലതിനെ പൂർണ്ണമായി വെട്ടിക്കളയാം. ദൈവകൃപ പ്രാപിക്കാം. ദൈവശക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ശത്രുഗണം ഒന്നടകെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പ് ഇനി ഫലിക്കത്തില്ല. ജയം ജയം, ഹല്ലേലൂയ, ജയം ജയപ്പോഴും. റാബാരാധരക്ഷസി. ദൈവം തരുന്ന ജയത്തിനായി കര ഉയർത്തിപ്പിടിച്ച് ഒരു അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റെടുത്ത് ആത്മനിയോഗം ആ കരവൊന്ന് ഉയർന്നു നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശബ്ദം ഉയർത്തി ഒരു അല്പസമയം ദൈവത്തെ സ്തുതിച്ച് അന്ധകാരാധിപത്യങ്ങൾ തകരട്ടെ. സ്വർലോകന്റെയും ഭൂലോകന്റെയും അധോലോകന്റെയും സകല മുഴങ്കാലും അടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ ചിലതിനെ വെട്ടിക്കളയാം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. വളരെ ശക്തമേറിയ ദൂത് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവാസനം കൂടി ഞങ്ങൾക്ക് നൽകി തന്ന വലിയ ദൈവസ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ്.
ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവകുഞ്ഞെ വളരെ ശക്തമേറിയ ദൂത് കർത്താവ് നമുക്ക് നൽകി തന്നു. ഹല്ലേലൂയ. ശത്രുവിൻ്റെ വെല്ലുവിളി ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ അതിനെ ജയിക്കുന്നവരായി തീരുവാൻ, ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും ഉന്മൂലനാശം ചെയ്തുകൊണ്ട് ദൈവകുഞ്ഞെ ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ചെയ്യുന്നവരായി തീരുവാൻ. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ശത്രുവിനോട് കോംപ്രമൈസ് ചെയ്യുന്നവരായിട്ടല്ല. ആമേൻ. കർത്താവ് അവനെ നശിപ്പിക്കാൻ പറഞ്ഞാൽ ശത്രുവിനെ നശിപ്പിക്കുക തന്നെ വേണം. ഗ്ലോറി ടു ഗോഡ്. ഇല്ലെങ്കിൽ അവൻ നിൻ്റെ പ്രാണനെ എടുക്കും. ആമേൻ. അതാണ് ശൗലിൻ്റെ ജീവിതാനുഭവം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിച്ചത്. നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളെപ്പോഴും ഓർക്കണം, ആമേൻ, ശത്രുവിൻ്റെ ആമേൻ അമാലേഖരും ആമേൻ ബാബേലും. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. സഭയ്ക്കെതിരെ പുറകിൽ നിന്ന് അല്ലെങ്കിൽ ആമേൻ പുറത്ത് നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ആമേൻ. സഭയ്ക്കകത്ത് സഭയോട് പോരാടുന്ന ഒരു കൂട്ടം ആൾക്കാർ, അത് ബാബേൽ. ആമേൻ. ഈ രണ്ട് പോരിൻ്റെ ശക്തികളെയും നമുക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ തകർക്കാം. ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ അതിൻ്റെ മേൽ നമുക്ക് ജയമെടുക്കാം. ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ശത്രുവിൻ്റെ ഒരു പദ്ധതിയോടും നാം കോംപ്രമൈസ് ചെയ്യുന്നവരായിട്ടല്ല. അല്ലെങ്കിൽ ആമേൻ നമ്മൾ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ അതുമാകാം ഇതുമാകാം, അങ്ങനെയല്ല. ശത്രുവിൻ്റെ ഒരു പദ്ധതിയും നമുക്ക് വേണ്ട. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. നാം സാക്ഷാൽ ദൈവകുഞ്ഞുങ്ങളായി ദൈവോഹിതങ്ങളെ പോലെ നിൽപ്പാൻ, സംസാരിപ്പാൻ, ഇടപെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗ്ലോറി ടു. നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന സ്തോത്ര വഴിപാടുകളെ എടുത്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, സ്നേഹമുള്ള പൊന്നേമേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല പകൽക്കാലത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെ മുറ്റുമുഴുവാടി ഞങ്ങളുടെ കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ കർത്താവേ. അവിടുത്തെ വിശ്വസതയ്ക്കും സ്നേഹത്തിനും ഒക്കെ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരാഴ്ച കാലം കൂടി ജോലി ചെയ്യുവാൻ ദൈവം കൃപയെ കൊടുത്തു. ലഭിച്ചിരിക്കുന്ന വരുമാനത്തിൻ്റെ ഒരംശം ഇന്നത്തെ പകൽക്കാലം ആമേൻ കർത്താവെ അങ്ങയെ സ്നേഹിച്ച് ദൈവസഭയുടെ വേലകളെ മാനിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങളിവിടെ ഇതർപ്പിക്കുമ്പോൾ കർത്താവെ സഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉതകത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ഇത് ഏറ്റവും അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു ഓഫറിംഗ് ആയി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് കൊടുത്തവരെ മാനിച്ചാട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പനേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പനേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനെങ്ങു വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനിന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പനേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പനേശു എന്നും മതിയായവൻ. ഹല്ലേലൂയ. ആമേൻ. പ്രിയ വിൽസ് രാജ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങിക്കാട്ടെ.
ഇന്ന് നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവവചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ എത്ര വലുതാണ്. ആ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രിയ വിൽസ്രാജ് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങൾ അയവാസിലമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി സ്തോത്രം കർത്താവ്. ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം ഞങ്ങൾക്ക് ആസ്വദിച്ച് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. 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 വിശുദ്ധാരയിൽ പങ്കെടുക്കുവാനും കർത്താവെ, ഞങ്ങൾക്ക് വചനം കേൾക്കുവാനും ഹല്ലേലൂയ അല്പസമയം കർത്താവെ നിന്റെ പാദത്തിൽ അരിപ്പാൻ കർത്താവെ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. ധാരാളം ആരംഭം മുതൽ ഈ സമയം വരെയും ഹല്ലേലൂയ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉണ്ടെന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പച്ച ഇന്നത്തെ ആരാധനയിടുവാൻ കർത്താവെ ഞങ്ങൾ ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ശക്തിയോടെ ബലത്തോടെ ആരോഗ്യത്തോടെ അഭിഷേകത്താൽ നിറച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അത് ഹല്ലേലൂയ. കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. പ്രത്യേകിച്ച് കർത്താവ് ഇന്നത്തെ ആരാധനയിടുവാൻ കർത്താവെ ഷാജിയങ്ങൾ ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ ഞങ്ങൾ പാടി ആരാധിപ്പാൻ ഹല്ലേലൂയ ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പച്ച ഹല്ലേലൂയ. ഷാജിയങ്ങളെയും കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപ്പച്ച വചനവുമായി കടന്നു വന്ന കർത്താവ് ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. വചന കർത്താവ് ദാസനിലൂടെ അതിശക്തമായി ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളെ കേട്ട വചനത്തിനായി സ്തോത്രം കർത്താവെ. കേട്ട ദൂതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കാര്യം ഹല്ലേലൂയ അനുഗ്രഹം കർത്താവ്. ഞങ്ങൾ മടങ്ങുകയാണ് കർത്താവെ. അപ്പച്ച അതിന് വലിയ സാന്നിധ്യം ഞങ്ങളെ കൂടുതൽ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. കർത്താവ് ദാസന്റെ വേലകൾ പ്രവർത്തനങ്ങളെല്ലാം നീ മാനിക്കണേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഇന്ന് കടന്നു വന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയാ കുടുംബങ്ങളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ച കടന്നു വരാൻ കഴിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. സൂമിലൂടെ കടന്നു വരുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ആയിരിക്കും ഇടങ്ങളുടെ സ്ഥാനങ്ങളിലെ കർത്താവെ നിന്റെ വലിയ സാന്നിധ്യം ഹല്ലേലൂയ അനുഭവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പച്ച ഹല്ലേലൂയ. അല്പസമയം കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ കർത്താവെ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ആരെങ്കിലും രോഗികളെ പ്രയാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ അവരെ അനുഗ്രഹിച്ച് രോഗത്തെ മാറ്റി വിടുവിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറച്ച് അനുഗ്രഹിച്ച് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഷിജിനോത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഷിജിന്റെ വിസയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയായി കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത കർത്താവെ. ധർമാവിന്റെ വിഷയത്തിൽ കർത്താവെ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുത സാക്ഷ്യങ്ങൾ എത്രയും പെട്ടെന്ന് കേൾക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ച ഞങ്ങൾ ഹല്ലേലൂയ അപ്പച്ച ഹല്ലേലൂയ പിരിയുന്നു കർത്താവെ. നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം പ്രാർത്ഥന ആരിപ്പൻ ഒരു കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. പതിനഞ്ച് ദിവസം നടക്കുന്ന ആരാധനകളെല്ലാം നീ അനുഗ്രഹമാക്കി മാറ്റുമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്നുകൂടി ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. നാട്ടിലായി ഞങ്ങൾ കുടുംബങ്ങൾക്കായി സ്തോത്രം കർത്താവെ. അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. വരും ദിവസങ്ങളിൽ കടന്നു വരുന്നവരെ യാത്രയെല്ലാം നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ ആമേൻ. കർത്താവിന് നമുക്ക് സകലമഹത്വവും കൊടുക്കാം. ഗ്ലോറി ടു ഗോഡ്. ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ബർത്ത്ഡേ ഓർക്കുന്ന പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്നാട്ട്. ഓഗസ്റ്റ് 10 പ്രൈസ് ഗോഡ്. അതുപോലെ എല്ലാവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 13-ാം തീയതി അജിത്തും കുടുംബവും ആമീൻ നാട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുകയാണ്. ഇപ്പോഴും അവരുടെ മദർ ഹോസ്പിറ്റലിലാണ്. അതിന് മുമ്പ് ആമീൻ അവരുടെ ഒരു ആഗ്രഹമുണ്ട് പ്രിയ മമ്മിയെ ഡിസ്ചാർജ് ചെയ്യണമെന്ന്. അത് ആ വിഷയം കൂടി ഓർത്ത് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. നമുക്കെല്ലാവർക്കും കൂടി കർത്താവിന് സകല മഹത്വവും കൊടുക്കുക. എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് നാട്ടിൽ ഒരു സഭ ആമേൻ ഉടലെടുക്കുകയാണ്. ആമേൻ. എല്ലാവരും ആമേൻ ഈ മാന്നാറുള്ള ആ മീറ്റിങ്ങിനെ ഓർത്ത് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ആമേൻ. പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മളായിട്ടൊരു ദൗത്യം ഏറ്റെടുത്ത് നമുക്ക് കർത്താവ് തക്കതായിട്ടുള്ളൊരു ദൈവദാസനെ നൽകി തന്നു. ആമേൻ. അവിടെ ഒരു ടീമുണ്ട്. ആമേൻ. അവിടെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ആ വിഷയത്തെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ആമേൻ. നമുക്കൊരു പുതിയ സഭ വരുമ്പോൾ സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള ചിലവുകളുണ്ട്. ആമേൻ. നമ്മൾ പണ്ട് 10 രൂപ ആമേൻ ഓഫർ ഇട്ടിരുന്നെങ്കിൽ ആമേൻ നമ്മളത് കൂട്ടിയേ ഒക്കത്തുള്ളൂ. അതെല്ലാവരോടും കൂടി ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ആമേൻ. നിങ്ങൾ എത്ര ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കൊടുക്കാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുക. എന്നാലും നമ്മൾ ഓർക്കണം, ദൈവ വേല ചെയ്യുന്നവരെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ പോയി ചെന്ന് പ്രവർത്തിക്കേണ്ട കാര്യം, നമുക്ക് വേണ്ടി ഒരു ടീം പ്രവർത്തിക്കുമ്പോൾ സഭയുടെ എക്സ്പെൻസുകൾ കൂടുതലാണ്. ആ വിഷയങ്ങളെയൊക്കെ ഓർത്ത് എല്ലാവരും
പ്രാർത്ഥിക്കണം, സഹകരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. മെറിൻ. ആമേൻ. കർത്താവെ, സ്നേഹമുള്ള പൊന്നുമേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല പകലിൽ കർത്താവെ, പ്രിയ മെറിനെ ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. വിശ്വസ്തനെ, വാക്ക് പറഞ്ഞാൽ മാറാത്തവനെ, സകല മഹത്വവും ഞങ്ങളുടെ കുഞ്ഞാറിനരികയാണ് കർത്താവെ. നിൻ്റെ കുഞ്ഞിനെ ഇത്രത്തോളം നടത്തിയ കർത്താവെ, ഹാലേലൂയ. അവളെ നിന്ദിച്ചവരുടെ മുൻപിൽ മാനിച്ച ദൈവപ്രവൃത്തി, ഹാലേലൂയ. സ്വസ്ഥത കൊടുക്കാഞ്ഞതിൻ്റെ മുൻപിൽ സ്വസ്ഥത ലഭിച്ച ആമേൻ അനുഭവങ്ങൾ, എല്ലാത്തിനും വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്ന പുതിയ വർഷക്കാലം കർത്താവെ, ദൈവകൃപയുടെ, സന്തോഷത്തിൻ്റെ, ആത്മനിറവിൻ്റെ വർഷമാക്കി മാറ്റണം. പുതുവർഷക്കാലം അവളുടെ നന്മകളോട് പോരാടുവാൻ സാധ്യതയുള്ള എല്ലാ പോരിൻ്റെ ശക്തികളുടെ മേലും ഞങ്ങൾ ജയമെടുക്കട്ടെ. ആരോഗ്യ മണ്ഡലങ്ങൾ, സ്പിരിച്വൽ മണ്ഡലങ്ങൾ, കുടുംബത്തിൻ്റെ ഫൈനാൻഷ്യൽ മണ്ഡലങ്ങൾ എല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. നമുക്കൊരു പ്രത്യാശ ഗാനം പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ രക്ഷപ്പെട്ടോരൊക്കെ കൂടിയാകാശം വിളിക്കും നേരം കാണുമെൻ വരും. വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണുമെൻ വരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാൻ ഉയർത്തുതാൻ. ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ വരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ വരും. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പുറത്തും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് നമുക്ക് സകല മഹത്വവും കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗമരണമേ. പ്രൈസ് ഗോഡ്. ചിക്കു ഗാലറി, ചിക്കു ഗാലറി ഡേ. ഗാലറിയുടെ ജോമീൻ. പ്രൈസ് ഗോഡ്. Praise God, Sunday uncle. Praise Praise God. God. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ മോളെ. ഓക്കെ, രൂപേൻ, ഹൗ ആർ യു മോനെ? Praise Lord. I'm good, Sunny Baba. ഓക്കെ മോനെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ മക്കളെ. രാജൻ ബ്രദർ, പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഇതെവിടാ, വെളിയിലെങ്ങാണ്ടാവുന്നല്ലോ? ഞങ്ങൾ ഒരു വീട്ടിൽ വരെ വന്നേ പ്രാർത്ഥനയ്ക്കായിട്ട്. പ്രൈസ് ഗോഡ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്.